നന്ദിയുണ്ട് മാഷേ. എം.വി. ഗോവിന്ദനെതിരെ പരോക്ഷ വിമർശനവുമായി റെഡ് ആർമി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലചിത്രം വ്യക്തമായതിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെതിരെ റെഡ് ആർമിയുടെ ഫേസ്ബുക്ക് പേജിൽ പരോക്ഷ വിമർശനം. നന്ദിയുണ്ട് മാഷേ എന്നാണ് എം.വി. ഗോവിന്ദനെ പേരെടുത്ത് പറയാതെ വിമർശിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ അവസാന ദിനങ്ങളിൽ ഗോവിന്ദൻ നടത്തിയ RSS പിന്തുണ പരാമർശത്തിലാണ് റെഡ് ആർമിയുടെ പരോക്ഷ വിമർശനം. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി സഹകരിച്ചു എന്ന എം.വി. ഗോവിന്ദന്റെ പ്രസ്താവന വിവാദമായിരുന്നു. നേരത്തെ PJRB എന്നു പേരുള്ള പേജായിരുന്നു റെഡ് ആർമി. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി ചേർന്ന് സഹകരിച്ചിരുന്നു എന്നായിരുന്നു എം.വി. ഗോവിന്ദന്റെ പരാമർശം. ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ പറഞ്ഞതിൽ വ്യക്തത വരുത്തി ഗോവിന്ദൻ തന്നെ രംഗത്തെത്തിയിരുന്നു. തന്റെ പരാമർശം വളച്ചൊടിച്ചതാണെന്നും സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ ഒറ്റക്കെട്ടായി നീങ്ങിയ സാഹചര്യത്തിൽ ജനതാ പാർട്ടിയുമായി ചേരുന്നതായിരുന്നു ഉദ്ദേശിച്ചതെന്നും എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. RSSുമായി CPM രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല, ഇനിയും ഉണ്ടാവില്ല എന്ന് എം.വി. ഗോവിന്ദൻ പിന്നീട് വിശദീകരിച്ചു. എം.വി. ഗോവിന്ദൻ തന്നെ വസ്തുതകൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും RSSുമായി യോജിപ്പിന്റേതായ ഒരു മേഖലയും ഇല്ലെന്നും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു. വലിയ വിമർശനമാണ് ഗോവിന്ദന്റെ പരാമർശം വിളിച്ചു വരുത്തിയത്. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF സഖ്യം ചേരുന്നതിൽ LDF വിമർശനം ഉയർത്തുന്നതിനിടയിലായിരുന്നു എം.വി. ഗോവിന്ദന്റെ പരാമർശം. തുടർന്ന് മുഖ്യമന്ത്രി തന്നെ ഗോവിന്ദന് താക്കീതുമായി രംഗത്തെത്തിയിരുന്നു. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുത് എന്ന പരോക്ഷ വിമർശനമാണ് പിണറായി വിജയൻ നടത്തിയത്. അതേസമയം 11,005 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത്. വോട്ടെണ്ണലിന്റെ ആദ്യ മിനിറ്റുകൾ മുതൽ കാര്യമായ മുൻകൈ ആര്യാടൻ ഷൗക്കത്ത് നേടിയിരുന്നു. 2 റൗണ്ടിൽ ഒഴികെ ബാക്കി എല്ലാ റൗണ്ടിലും ഷൗക്കത്ത് തന്നെയായിരുന്നു മുന്നിൽ. പോത്തുകൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളുടെ വോട്ടെണ്ണിയപ്പോൾ ചില ബൂത്തുകളിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന് നേരിയ മുൻതൂക്കം നേടാൻ സാധിച്ചത്.